ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാനെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നമസ്കാരം. ബസ്സുകൾ പണ്ടേ കട്ടപ്പുറത്താണ്. ഇപ്പോൾ ജീവനക്കാരും കട്ടപ്പുറത്തായി. ശമ്പളമില്ല, സ്വസ്ഥതയില്ല. ഓടാൻ കെൽപ്പുള്ള ബസ്സുകൾ ഓടിക്കാൻ ഡ്രൈവർമാരില്ല. മണി തരാതെ മണിയടിക്കേണ്ടെന്ന് മണിയടിക്കുന്ന മണിയന്മാരും തീരുമാനമെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് KSRTC ജീവനക്കാരും അല്ലെന്ന് മണിമന്ത്രി മാണിസാറും മണിക്കൂർ ഇടവിട്ട് ആവർത്തിച്ചു. മന്ത്രി തിരുവഞ്ചൂരിന് മുന്നിൽ ഒരു വഴിയുമില്ലെങ്കിലെന്ത്, ജനത്തിന് മുന്നിൽ പെരുവഴിയുണ്ടല്ലോ. പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞു വരുന്ന കാലത്ത് ബസ് ടിക്കറ്റിൻ്റെ കൂട്ടിയ വിലയും കുറയ്ക്കണമെന്നാണ് ആവശ്യം. ടിക്കറ്റിൻ്റെ വില കുറയില്ല, പക്ഷേ മനുഷ്യൻ്റെ വില നന്നായി കുറയുന്നുണ്ട്. ബസ് സ്റ്റേഷനുകൾ പണയം വെച്ചിട്ടായാലും കട്ടപ്പുറത്തെ ബസ്സുകൾ ആക്രി വിലയ്ക്ക് കൊടുത്തിട്ടായാലും ശരി, ഈ പാവങ്ങളുടെ വിശപ്പടക്കാൻ തയ്യാറാകണമെന്നും ആത്മഹത്യയിൽ നിന്ന് ഇവരെ രക്ഷിക്കണമെന്നും സർക്കാരിനോടും മന്ത്രി തിരുവഞ്ചൂരിനോടും ആവശ്യപ്പെടാതെ വയ്യ. ജീവനക്കാർ അവധിയെടുത്തോ സമരത്തിനിറങ്ങിയോ സർവീസുകൾ മുടക്കിയാൽ പാവം ജനം സർക്കാരിനെ കട്ടപ്പുറത്ത് കയറ്റാനിടയുണ്ട് എന്നോർമ്മിപ്പിച്ച് ഇന്ന് തുടങ്ങുന്നു സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. പതിവായി തിളങ്ങിയ സൂര്യൻ പടിയിറങ്ങിപ്പോയി, ഉദയം അവസാനിപ്പിച്ച് അസ്തമയ ദിക്കിലൂടെ. എന്നെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചു. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് പ്രധാനമായി എന്നെ സഹകരിച്ചത് പ്രേരിപ്പിച്ചതും തൊഴിലാളി വർഗമാണ്. അതുപോലെ തന്നെ കർഷക സമരമായിരുന്നു ആ കാലത്ത് പ്രധാനമായൊരു വിഷയം. ഞാൻ കർഷകന്മാരുടെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ടി വാദിച്ചിരുന്നു. അതിന് എനിക്ക് നേട്ടമാണ് ഉണ്ടായത്. അതിൻ്റെ ഫലമായി കർഷകരും തൊഴിലാളികളും എന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് നിർബന്ധിച്ചു. ഭാഗ്യവശാൽ ഞാൻ ജയിച്ചു. സുപ്രീം കോടതി ഇഷ്ടം പോലെ വിധിക്കാം, പക്ഷെ ഒന്ന് പറയാം, സുപ്രീം കോടതി ഇങ്ങനെ നീണ്ടു പോകുന്നത് തെറ്റാണ്. കേസ് വേഗം തീർക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇന്ന് ഒരു ബെഞ്ചിന് കൊടുക്കുക, ആ ബെഞ്ച് വേറൊരു ബെഞ്ചിന് കൊടുക്കുക, ഇങ്ങനെ കേസ് നീണ്ടു പോകുന്നത് വളരെ തെറ്റാണ്. ഹി ഹാസ് ലെറ്റ് ഹിംസെൽഫ് ഡൗൺ ബൈ ദിസ് സിഗ്നേച്ചർ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെപ്പറ്റി പാർലമെൻറ്റിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ വിടാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയക്കാരെന്താ ചെയ്യാന്നുള്ളത് എനിക്കും പറയാൻ കഴിയില്ല. അവരിപ്പോൾ പറയുന്നത് എല്ലാ പാർട്ടികളും പലരും യോജിച്ചിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാർ യോജിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഉണരുവിൻ. മുഖം നോക്കാതെ വിമർശിച്ച് ശീലിച്ചു പോയ വ്യത്യസ്ത ശൈലിയുടെ സഹയാത്രികൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അങ്ങയുടെ നിലപാടുകൾ പലപ്പോഴും മാതൃകയായിട്ടുണ്ട് നാടകമേ ഉലകത്തിന്. ഈ ലക്കം അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഇന്നസെന്റ് ആള് ഇന്നസെന്റാണ്. വീട്ടിലായാലും പാർക്കിലായാലും പാർലമെന്റിലായാലും എന്തും തുറന്നു പറഞ്ഞാണ് ശീലം. അനുഭവങ്ങൾ പങ്കുവച്ചിട്ടായാലും നാട് നന്നാക്കിയേ അടങ്ങൂ എന്ന തീരുമാനത്തിലാണ് ഇന്നച്ചൻ. പാർലമെന്റിലെ ആദ്യ പ്രസംഗം മലയാളത്തിൽ തട്ടിവിട്ടു ഇന്നച്ചൻ. ഹിന്ദിയിൽ തുടങ്ങി പതിയെ മലയാളത്തിലേക്ക്. തനിക്ക് രണ്ടും വഴങ്ങുമെന്ന് തെളിയിക്കാനായിരുന്നു ശ്രമം. ഇന്നച്ചൻ എത്ര പെട്ടെന്നാണ് ഒന്നാന്തരം രാഷ്ട്രീയക്കാരനായത്. Mr. Innocent, yes. Naam bhi innocent Hello, hai aapka, yes. Madam Speaker,
मैं अभी हिंदी में बात करने को मैं तैयार है, फिर मैं बात किया तो भी आपको समझता नहीं, मुझको भी समझा नहीं, इसलिए मैं मलयालम में बात करता है. संपूर्ण चाचरदा देखो जी, എനിക്ക് ഇവിടെ സംസാരിക്കാനായിട്ടുള്ള हमको पीने के लिए नारियल का पानी लाओ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. എന്റെ വൈഫും ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം വരെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. എന്റെ ഭാര്യയും ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ഇവിടെ എനിക്ക് 5 സ്ഥലങ്ങളിലാണ് ക്യാൻസർ ഉണ്ടായിരുന്നത്. അപ്പോ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അസുഖമൊക്കെ മാറി. ഞാൻ ആ സമയത്ത് എൻ്റെ ഭാര്യ എന്നെ പരിചരിക്കാനുണ്ടായിരുന്നു കൂടെ. അപ്പൊ ആ സമയത്ത് വെറുതെ ഒരു മാമോഗ്രാം ടെസ്റ്റ് അവർക്ക് വേറെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു മാമോഗ്രാം ടെസ്റ്റ് നടത്തി ഞാൻ എൻ്റെ അസുഖം മാറി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഡോക്ടറുടെ ഒരു ഫോൺ വന്നു എനിക്ക്, ഇന്നസെന്റ്, നിങ്ങളുടെ ഭാര്യ ആലീസിനും ക്യാൻസർ പിടിപെട്ടിരിക്കുന്നു എന്ന്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ക്യാൻസറിൽ നിന്നും മാറി. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മള് മെഡിസിൻ, ക്യാൻസറിന് ഫ്രീ ആയിട്ട് മെഡിസിൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ അതിനേക്കാളും മുമ്പ് നമ്മൾ ക്യാൻസർ ഉള്ള ആളുകളെ നമ്മൾ ആർക്കൊക്കെയാണ് ഉള്ളത് എന്നറിയണം. കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതിനൊരു പദ്ധതി പുതിയത് തയ്യാറാക്കണം. You have not given that you will speak in Malayali. No translation is going on. You please give it in writing. Available. Is it available? Okay. Then it's okay. I am not. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഓക്കെ. No, you can know. ഇത് വെച്ചിട്ടുള്ള കളിയാ, അറിയോ? അപ്പൊ നമ്മള് ക്യാൻസറിന് ഒരുപാട് മെഡിസിൻ കൊടുക്കുന്നു എന്ന് കേട്ടതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ നാട്ടില്, അതായത് ഭാരതത്തില് ക്യാൻസർ ഉള്ള ആളുകളെ തുടക്കത്തിൽ നമ്മൾ അവരെ പരിശോധിച്ച് ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലായാൽ നമുക്ക് ചികിത്സയൊക്കെ വളരെ ചെറിയ രീതിയിൽ ചെയ്യാം. എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത് ഇൻസിറ്റു, അതായത് ഒരു കോശത്തിൽ കണ്ടാലോ തൊട്ടാലോ അറിയാത്ത ക്യാൻസർ ആയിരുന്നു. തുടക്കമായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി വന്നാൽ ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ ഉണ്ടാക്കി ക്യാൻസർ ആർക്കൊക്കെ നമ്മുടെ ആളുകൾ മറ്റുള്ളവരെ ബോധവാന്മാരാക്കണം. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അവരൊക്കെ 40 വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയും ഈ പറഞ്ഞതുപോലെ മാമോഗ്രാം ടെസ്റ്റിന് തയ്യാറാണ്. അപ്പം നമ്മളൊക്കെ അവരെ ബോധവാന്മാരാക്കി അവരെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ഇതൊക്കെ ചെയ്ത് അവരുടെ ക്യാൻസർ കണ്ടുപിടിച്ചാൽ ഇങ്ങനെയുള്ള കീമോയും റേഡിയേഷനും ഒന്നും ഇല്ലാതെ അവരെയൊക്കെ അതുകൊണ്ട് ഒരുപാട് മരണങ്ങളിൽ നിന്നും ജനം രക്ഷപ്പെടും. അതുപോലെ തന്നെ രോഗത്തിൽ നിന്ന് മുക്തി നേടും. തീർച്ചയായിട്ടും അതിന് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതിൽ ശ്രദ്ധ ചെലുത്തി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പറയുന്നത് കേട്ടിരിക്കണം, അല്ലെങ്കിൽ കേൾപ്പിക്കും. അത് നിയമസഭയിലായാലും പാർട്ടി മീറ്റിങ്ങിലായാലും. കോഴയെന്തെന്നറിഞ്ഞുകൂടാത്ത, കോഴിയെ മാത്രം സ്വപ്നം കണ്ടുറങ്ങുന്ന സി ദിവാകരൻ ജിയുടെ നിയമസഭയിലെ മാന്യമായ ചില പ്രയോഗങ്ങളാണ് ഇനി. ബാർ കേസുകൾ തോൽക്കുന്നത് എന്തുകൊണ്ട്, സഭയിൽ MLA-മാർ തമ്മിൽ എങ്ങനെ പെരുമാറണം, എല്ലാം നിരാശയോടെ എന്നാൽ നീരസത്തോടെ നിരീക്ഷിക്കുകയാണ് ഒരു നിരാലംബനെ പോലെ ദിവാകരൻ ജി. ഇനി ഒരല്പം വലിയ ഹൈക്കമന്റ്. ബഹുമാനപ്പെട്ട ബാബുവിനെ കാണാനില്ല. വകുപ്പ് മന്ത്രി എക്സൈസ് മന്ത്രി ബാബു, അല്ല, അടിയന്തര പ്രമേയത്തിന്റെ വാക്കൗട്ട് തീർന്നില്ല. അവര് വാക്കൗട്ട് ചെയ്യാണ്, നിങ്ങൾ വാക്കൗട്ട് ചെയ്യാണ്. സാർ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ വളരെ ഗുരുതരമാണ്. ഈ സഭയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കോടതിയിൽ ജയിച്ചിരിക്കുന്നത് ലൈസൻസുകളാണ്, അബ്കാരികളാണ്, ഗവൺമെന്റ് അല്ല.
കേരളത്തിലെ ഗവൺമെന്റ് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അബ്കാരിക്കാർ ചോദ്യം ചെയ്ത് ഗവൺമെന്റ് കോടതിയിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയത്തെ എടുത്ത് ചവറ്റുകൊണ്ടേ കളഞ്ഞു. അതുകൊണ്ട് ആ കേസ് തോറ്റുകൊണ്ടേയിരിക്കും, യാതൊരു കാര്യമില്ല. പക്ഷെ ഈ കേസ് തോറ്റത് ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നിഷേധിക്കുന്നത്? ഗവൺമെന്റിന്റെ ലാ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റിന്റെ ഉന്നതന്മാരായ അഭിഭാഷകന്മാർ, ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം ഉണ്ടായിട്ടും ഈ കേസ് എന്തുകൊണ്ട് തോറ്റു? സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ അത്? സർ, അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ അഴിമതിയെ സംബന്ധിച്ച് എന്തിനാ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ സഭയില് അല്ല പറഞ്ഞോളൂ, പറയാനല്ല ഞാൻ ഇവിടെ വരണത്, പറയാനാണ് വരണത്. നിങ്ങളെ ഗുരുതരമായി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ചെയർ എന്താ ഇതിൽ ഇടപെടാത്ത? ഒന്നേ സഭ പിരിച്ചൂടെ? സഭ പിരിച്ചൂടെ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സഭയല്ലേ, നിങ്ങൾക്ക് പിരിച്ചുവിടാമല്ലോ. നിങ്ങൾ പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ സർ വീണ്ടും ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. ഈ കേസ് തോറ്റത് ഗുരുതരമായ കോഴയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഈ കേസ് തോക്കേണ്ട കാര്യമില്ല. വിജിലൻസിനെ പിരിച്ചുവിടുക, വിജിലൻസിന് ഒരു കാര്യമില്ല. അവിടെ പെറ്റീഷൻ കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ നടപടി എടുക്കില്ല, അവിടെ കുറ്റവാളി ശിക്ഷിക്കാൻ കഴിയില്ല. കാരണം ഭരണത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞിരിക്കുന്നു. അതിന് താഴെയല്ലേ വിജിലൻസ് ഉള്ളൂ, CBI അല്ലല്ലോ. എന്തുകൊണ്ട് ബാബു ഇങ്ങനെ ഒരു സംഭവം വന്നു? നിങ്ങൾ ഞങ്ങളെ ബഹിഷ്കരിച്ചോ? പക്ഷെ കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഒരു മന്ത്രിയെക്കുറിച്ച്, സാധാരണ മന്ത്രിയല്ല, അസാധാരണമായ ഒരു മന്ത്രിയെക്കുറിച്ച് പട്ടാപ്പകൽ PC ജോർജ് നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കുന്നു. ഒരുത്തൻ അയാൾ പറഞ്ഞ നുണ പരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ്, മാറുന്നില്ല. ആ കേസിലൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് അറിയാലോ. എന്താ പറഞ്ഞ? എന്ത് നടപടിയെടുത്തു? ഇഷ്ടമുള്ളതുപോലെ പറയും, ഇഷ്ടമുള്ളതുപോലെ അറിയും. സാർ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദിവാകരൻ, 6 മിനിറ്റ് കഴിഞ്ഞു. ഇല്ല, 4 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞു. BC ചാർജാണ്. നീ 4 മിനിറ്റ് സംസാരിക്കട്ടെ, സമയം. പ്ലീസ് 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 അല്ല, PC ജോർജ് പിന്നെ എന്തിനാണ് വിജിലൻസ് എൻക്വയറി? നിങ്ങൾ പറഞ്ഞ ശരിയാണെങ്കിൽ വിജിലൻസ് എൻക്വയറി എന്തിനാണ്? ബഹുമാനപ്പെട്ട ദിവാകരൻ, പ്ലീസ് കൺക്ലൂഡ്, പ്ലീസ് കൺക്ലൂഡ്. സാർ, ഞാൻ പറയുന്ന ഒരു കാര്യം അടിസ്ഥാനരഹിതമാണെന്ന് വേറൊരു അദ്ദേഹത്തിന് പറയാനുള്ള വല്ല കാര്യമുണ്ടെന്ന് അതില്ല. അത് പരിശോധിക്കേണ്ട വിജിലൻസ് അല്ലേ സാർ? PC ജോർജ് ഇങ്ങനെ കള്ളക്കളിയൊന്നും കളിക്കണ്ട. PC ജോർജ് വെറുതെ നാടകം കളിക്കുകയാണ്. അത് മാണി സാറിന് അറിയാം. ബഹുമാനപ്പെട്ട ദിവാകരൻ, പ്ലീസ് അവസാനിപ്പിച്ചു. 9 മിനിറ്റായി, പോരെ? 9 മിനിറ്റായി. സഭയിലൊരു അംഗത്തെ ഇങ്ങനെയാണ് സാർ പറയുന്നത്. വളരെ മോശമല്ലേ സാർ? അതൊക്കെ റൂളിൽ കൊടുക്കേണ്ട സാറിന് പേടിയാണ്. പേടിയാണ്. ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞിട്ട് പോയത്? എന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങയിലായിരുന്നു. എന്താ പറഞ്ഞിട്ട് പോയത്? സാറ് കേൾക്കേണ്ടത് സാറല്ലേ കേൾക്കാൻ, ഞങ്ങളവിടെ കേൾക്കാൻ. അദ്ദേഹം മൈക്കിലൂടെ അല്ല പറഞ്ഞത്. നാംസുണ്ട് MLA-മാർ തമ്മിൽ പെരുമാറുമ്പോൾ മന്ത്രിമാർ ഞങ്ങൾ അതുപോലെ പറയട്ടെ, അതുപോലെ ഓർഡറിൽ തന്നെ അതൊരു വിവാദമാക്കണ്ട. ഓർഡറിൽ തന്നെ അല്ലാതെ ആര് പറയണം? ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ അതെന്താ തെറ്റല്ലേ? ബിജുമോൾ പ്ലീസ്. വേറെ പറയണ ഞാൻ തന്നെ പറയാതെന്താ? PC ജോർജിനടുത്ത് എന്താ CP മുഹമ്മദ്? നിങ്ങളുടെ PC ജോർജ് എന്നെ പറഞ്ഞത് നിങ്ങൾ എന്താ ഉണ്ടായിരുന്നേ? നമ്മളല്ലേ MLA-മാരല്ലേ? പറയണ്ടേ, വർത്തമാനം പറയണ്ടേ? എന്നെ നിയന്ത്രിക്കാൻ എന്താ കാര്യം? 10-15 ആവും. നിങ്ങളാരും തീരുമാനിക്കാൻ
നിങ്ങളാരാ തീരുമാനിക്കാൻ? നിങ്ങളാരാ തീരുമാനിക്കാൻ? നിങ്ങളാരാ തീരുമാനിക്കാൻ? നിങ്ങളാരാ തീരുമാനിക്കാൻ? നിങ്ങൾ ആരാ? CPI ആരാ? മനസ്സില്ലാതിരിക്കാൻ ചേറിയിരിക്കണം. എന്തിനാണ്? എത്ര ചെയറുണ്ട്? എത്ര ചെയറുണ്ട്? ബഹുമാനപ്പെട്ട ദിവാകരൻ സാർ, എന്റെ സമയം നിയന്ത്രിക്കണം. ചെയർ നിയന്ത്രിക്കണോ? അപ്പുറത്തിരിക്കണോ? നിയന്ത്രിക്കണോ? സാർ, എനിക്കറിയാം സാർ, ഇത് വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇവര് വർത്തമാനം പറയാൻ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. പണ്ട് രമേശ് ചെണ്ടത്തലജി തെക്ക് വടക്ക് നടന്നത് തുറക്കാൻ വേണ്ട താക്കോലിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ സുധീരൻജി വടക്ക് തെക്ക് നടന്നത് പൂട്ടിക്കിട്ടിയ താക്കോലുകളുമായിട്ടായിരുന്നു. പക്ഷേ യാത്ര തുടങ്ങിയപ്പോഴേ താക്കോലുകൾ പലത് കൈവിട്ടുപോയി. തെക്കെത്തിയപ്പോൾ താക്കോലേയില്ല, കുറേ കോലിട്ടിളക്കികൾ മാത്രം. ഈ ആഴ്ച നാടകമേ ഉലകം പൂട്ടുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും. തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം.